ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയൊക്കെ എന്നെ അടിച്ച് വിളിച്ചുണർത്തി. ഞാനിപ്പോൾ എന്തൊരു പല്ലൊക്കെ തേച്ചിട്ട് മുഖത്ത് ഓയിൽമെൻറ്റ് ഇട്ട്. കാരണം പിമ്പിൾസ് വന്നു കണ്ടോ. 2 പിമ്പിൾസ് വന്നു. അതെങ്ങനെ വന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി നിന്നാലും എൻ്റെ മുഖത്ത് ഇതുപോലത്തെ അയ്യാമണ്ടം പിമ്പിൾസ് വരും. എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ സോപ്പ് തേക്കും മുഖത്ത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ സോപ്പം തേച്ചുവിടും മുഖത്ത്. അപ്പോൾ ഞാനിപ്പോൾ താഴെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ ചെയ്യും. അതിട്ട് എന്തിനാന്തോ ഉള്ളതുപോലെ ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്. പിന്നെ റൂമൊക്കെ ഇപ്പം നല്ല മെസ്സാണ്. ഞാൻ ഈ റൂം എത്ര ഒതുക്കിയാലും അത് ഒതുങ്ങൂല. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഓക്കെ, ഞാൻ താഴെ പോട്ടെ ഗൈസ്. ഇതാണ് രാവിലെ ഇവിടുത്തെ കാപ്പി. പിന്നെ ചായ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. കുറച്ച് ലിപ് ബാം ഇടാം. അടുത്ത് ഞാൻ ചെയ്യാൻ പോണത്, എൻ്റെ ഹെയറിൽ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഡാൻഡ്രഫിൻ്റെ ഷാമ്പൊക്കെ തേച്ച് ഡാൻഡ്രഫ് മാറി. ഇപ്പോൾ വീണ്ടും എൻ്റെ ഹെയറിൽ നല്ല ഡാൻഡ്രഫ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ലാക്ടോസ് സിൻഡ്രോം എന്തോ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കപ്പലണ്ടി, പാല്, മുട്ട ഇതൊന്നും കഴിക്കാൻ പാടില്ല. കാരണം കഴിച്ചു കഴിഞ്ഞാൽ കുരു വരും. പിന്നെ ഡാൻഡ്രഫ് കൂടുന്ന ടൈമിലും എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരാറുണ്ട്. സോറി, ഒരു കോൾ വന്നു. അപ്പം എൻ്റെ തലയിൽ ഭയങ്കര ഡാൻഡ്രഫാണ്. ഞാൻ ഇടയ്ക്ക് ഷാമ്പു ഒക്കെ തേച്ചാൽ എനിക്ക് എൻ്റെ ഷാമ്പു ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് ദിവസം അത് കുറഞ്ഞിരുന്നിട്ട് വീണ്ടും അത് വരും. അതെന്തെന്ന് അറിഞ്ഞൂടെ എനിക്ക്. കണ്ടില്ലേ ഡാൻഡ്രഫ് കണ്ടോ? കാണാൻ പറ്റണോ നിങ്ങൾക്ക്? ഡാൻഡ്രഫ് ഇളവാണത്, നല്ല രീതിക്കുണ്ട്. അപ്പോൾ അതിനൊരു ഓയിൽമെൻ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഓയിൽമെൻറ്റ്. ഇത് കീട്ടോ കോൺസോൾ BP 2.0%. അതാണ്. പുരട്ടണോ? ഇപ്പോൾ ഞാൻ എന്തായാലും ഇത് പുരട്ടിയിട്ട് വരാം. ഓക്കെ, ഞാൻ ഹെയറിൽ ഓയിൽമെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം. കൂട്ടുകാരെ, നമുക്ക് റൂം വൃത്തിയാക്കാം. ഞങ്ങളെ റൂമിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എത്ര ഒതുക്കിയാലും ഒതുങ്ങൂല. ഇന്നലെ ഞാനാണെങ്കിൽ പർപ്പിളിൽ നിന്ന് ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീനും ബുക്ക് ചെയ്ത്. ആ സൺസ്ക്രീൻ എൻ്റെ സ്കിന്നിന് സൂട്ടാവുന്ന പോലും അറിഞ്ഞൂടെ. പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത്. അപ്പം അതിന് കൊടുക്കാനുള്ള പൈസ തികഞ്ഞില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇക്കാരിൽ നിന്ന് 10 രൂപ 20 രൂപയൊക്കെ വെച്ച് അടിച്ചു മാറ്റിയിട്ട് ഇക്ക കാണാതെ ഈ ഡപ്പിക്കകത്ത് ഒളിപ്പിച്ച് വയ്ക്കും. അങ്ങനെ ഇന്ന് എനിക്കത് ഉപകാരപ്പെട്ടു. ബാക്കി എല്ലാ പൈസ എടുത്തതിന്ന്. ഇനി ഇതിൽ കുറച്ച് ചില്ലറകൾ മാത്രമേ ഉള്ളൂ. ഇത്രയും രൂപ ഞാൻ ഇക്കാരിൽ നിന്ന് അടിച്ചു മാറ്റി വെച്ചിരുന്നായിരുന്നു. ഇന്നതൊക്കെ പോകും. അയ്യോ, ഞാൻ ഇത് വീഡിയോയിൽ പറഞ്ഞില്ലേ. ഇനി ഞാൻ എങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കും? സാരമില്ല, ഞാൻ സ്ഥലം മാറ്റി വയ്ക്കും. നമ്മൾ പുതിയ പില്ലോ കവറും ബെഡ്ഷീറ്റൊക്കെ വാങ്ങി. കണ്ടില്ലേ? നമ്മളെ റൂമിൻ്റെ പെയിൻറ്റ് ഒരു പർപ്പിൾ കളർ ഓർ ലാവൻഡർ കളറൊക്കെയാണ്. കർട്ടനും അതേ കളറാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് കർട്ടിനൊരു പില്ലോ കവറും ബെഡ്ഷീറ്റൊക്കെ കിട്ടിയത്. ഇത് ഞാൻ ഇപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഉമ്മച്ചി തന്നതല്ല, എടുത്തോണ്ട് വന്നതാണ്. നിങ്ങൾ ഈ വള്ളി ഉണ്ടാവും. ഈ വള്ളി നമുക്കൊരു ഹാമ്പറിൻ്റെ കൂടെ കിട്ടിയ ഒരു വള്ളിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ തിരുമല പോയപ്പം എൻ്റെ പാൻറ്റ് ഭയങ്കര ലൂസായിരുന്നു. പാൻറ്റ് ലൂസായതുകൊണ്ട് ഞാൻ എന്നുവെച്ചാൽ ഇങ്ങനെ ഇറങ്ങി പോണ്. അപ്പം ഞാൻ ഈ വള്ളി വെച്ചാണ് കിട്ടിയത്. ബെൽറ്റ് ഇല്ല ഗൈസ്, ബെൽറ്റ് വാങ്ങണം. ഈ ബെഡ്ഷീറ്റ് വെച്ചിട്ട് 3 ദിവസം ആയതേ ഉള്ളൂ. ഇന്ന് വീണ്ടും മാറ്റി.
ഒരു പാട്ട് പാടാം. तेरा मेरा जीवन ये दुकानत കേടില്ലാണോ മായാ ലോലാല. ബാക്കി പാട്ട് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ എന്ത് ജോലി ചെയ്താലും എൻജോയ് ചെയ്ത് ചെയ്യണം. പക്ഷെ എനിക്ക് എന്നും ചെയ്യാൻ പറ്റൂല. അയ്യോ ഞാൻ ചത്ത്. കാരണം ഞാൻ എന്തേതായാലും എനിക്ക് ശ്വാസം. ഈ സൈഡ് ഫുൾ ഒതുക്കിയിട്ടുണ്ട്. അടുത്ത മെസ്സായി കിടക്കുന്നത് നമുക്ക് ഒതുക്കാനുള്ളത് ഈ സൈഡാണ്. അപ്പോൾ ഈ ടേബിള് ഇനി വൃത്തിയാക്കണം. നിങ്ങൾ ആലോചിച്ച് 2 ദിവസം പോലെ ഈ പെണ്ണ് റൂം മൊത്തം വൃത്തിയാക്കിയത്. ആ ഒരു ദിവസം റൂം വൃത്തിയായിട്ടായിരുന്നു, പിറ്റാന്ന് വീണ്ടും ഈ റൂം മൊത്തം അലങ്കോലായി. ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോണ ദിവസമാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഈ റൂമിനടുത്ത് തലകുത്തനൊക്കെ ഇട്ടിട്ടാണ് പോണത്. തിരിച്ച് വരുമ്പോൾ എല്ലാത്തിനും വലിച്ചു ഓരി അങ്ങോട്ടൊക്കെ പുറത്ത് നീക്കിയൊക്കെ ഇട്ടിട്ട് കയറി കിടന്ന് ഉറങ്ങും. എൻ്റെ ഇക്കാക്കെന്ന് പറഞ്ഞാൽ റൂം മെസ്സായി കിടക്കുന്നത് ഇക്കാക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇക്കാക്ക് ഭ്രാന്ത് വരും. പക്ഷേ റൂം മെസ്സാക്കാനുള്ള ഒരു കാരണം ഇക്കായും കൂടിയാണ്. ഞാൻ ഇക്കായും മെസ്സാക്കുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്കപ്പോൾ അതും കൂടെ വൃത്തിയാക്കാം. ജോലി ചെയ്ത് ക്ഷീണിച്ച് കുറച്ച് വെള്ളം കുടിക്കാം. ഓക്കെ ഗൈസ്, ഏകദേശം അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെടിയെടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ വെക്കാൻ വേണ്ടി? ഇനി ടോയ്സ് എന്തെങ്കിലും? ഒന്നുമില്ല ഗൈസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രസമില്ലേ? ഈ ഒരു കോർണറാണ് എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോർണറാണ് ഇത്. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോ ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. റൂമൊക്കെ ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോ ഇതാണ് എന്റെ റൂമിന്റെ ഫൈനൽ ഔട്ട്ലുക്ക്. നിങ്ങൾ കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്റെ റൂം ടൂർ ചെയ്യുമെന്ന്. അപ്പോ ഇതാണ് എന്റെ റൂം ടൂർ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇവിടെയാണ് വാതിൽ. അപ്പോൾ ഞങ്ങൾ കയറി വരുമ്പോ ഇവിടെ ഒരു സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു കബോർഡ് പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വരച്ച പിക്ചറാണ്. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ്, ഇവിടെ കുറച്ച് ഐറ്റംസ്, ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനം. ഇത് മിററാണ് ഞങ്ങളുടെ. പിന്നെ ഇത് ബാത്റൂമിന്റെ ഡോറാണ്. അപ്പൊ നമ്മൾ അവിടെ ഒരു കർട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേപോലെ സാധനങ്ങളുണ്ട്. കണ്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ റൂമില് ഈ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് എന്റെ ഇക്കാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോ ഇങ്ങനെ നിങ്ങൾ ഇവിടെ ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ കാണാൻ നല്ല ഭംഗിയില്ലേ? പിന്നെ 2 കർട്ടൻ, വിൻഡോയിൽ ഞങ്ങൾ കർട്ടൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ബെഡ്. കണ്ടില്ലേ? അപ്പോ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ റൂം ടൂർ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ കംപ്ലീറ്റ് വൃത്തിയാക്കി റെഡിയാക്കി. ഇന്ന് ഇക്ക റൂമിൽ വരുമ്പോൾ ഇക്കൊക്കെ ഭയങ്കര സന്തോഷമാകും. കാരണം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷേ ഇത് ഇന്നൊരു ദിവസം മാത്രമേ ഇങ്ങനെ കിടക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അതങ്ങനെയാണല്ലോ.